ഇഫ്തർ സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ ഇത്. ജസ്റ്റ് 5 മിനിറ്റ്സിൽ ഈ സ്നാക്സ് റെഡിയാണ്. ഞാനിവിടെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ ആയ ശേഷം ഇതൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം സോൾട്ട് ഇട്ടിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു സൈഡിൽ ഞാൻ 3 പൊട്ടാറ്റോ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വേവിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോന്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 3 പൊട്ടാറ്റോ ആണ്. സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത ശേഷം ഇതൊന്ന് മിക്സി ജാറിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കണം. യെസ്, പൊട്ടാറ്റോ പേസ്റ്റ് റെഡി ആയി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള റൈസ് മാവ് ഈ പൊട്ടാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു മാവ് നന്നായി സ്മൂത്ത്. ഇനി ഇതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പ്, പിന്നെ സ്പൈസിന് വേണ്ടി പച്ചമുളകാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 ഹവേഴ്സ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു സൈഡിൽ ടൊമാറ്റോ ചട്നി പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസിന് വേണ്ടി പച്ചമുളകാണ്. പേസ്റ്റ് ചെയ്ത് വരാം. ടൊമാറ്റോ പേസ്റ്റ് റെഡി. 2 ടേബിൾ സ്പൂൺ കൊക്കോനട്ട് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ടെർമറിക് പൗഡർ ആൻഡ് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഡാർക്ക് റെഡ് കളർ വന്ന ശേഷം ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ്. ഹെൽത്തി ആണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, സേഫും ആണ്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണിത്. റെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് സോഡ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊക്കോനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായ ശേഷം സ്പൂൺ യൂസ് ചെയ്തിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വഹിച്ചു കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ചെറുതായിട്ട് ബോളായിട്ട് കിട്ടിയാൽ മതി. 3 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഇവർ ഫ്രൈ റെഡി ആവും. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കാം. 2 ട്രിപ്പാക്കി ഫ്രൈ ചെയ്തു. ഫൈനലി നമ്മളെ ബോണ്ട ഈ രീതിയിൽ കിട്ടി. കുറച്ച് ചൂടോടെ തന്നെ ടൊമാറ്റോ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും.